عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره وعلانيته وسره. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, റമദാനിന് മുൻപ് നോമ്പുമായി ബന്ധപ്പെട്ട, റമദാനുമായി ബന്ധമുള്ള ഈമാനികമായ ചില പാഠങ്ങൾ, നമ്മുടെ അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ റമദാൻ അവൻ അതിൽ നിശ്ചയിച്ചിട്ടുള്ള നന്മകൾ ലഭിക്കുന്നതാക്കി നമുക്ക് മാറ്റിത്തീർക്കുമാറാകട്ടെ. നോക്കൂ, ഇസ്ലാമിലെ ഏത് അമലും ഇസ്ലാമിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം അമലുകൾ അത് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാൻ എന്നാൽ അത് ഖൗലുൻ വ അമൽ, വാക്കും പ്രവൃത്തിയുമാണ് എന്ന് സലഫുകൾ, മുൻഗാമികൾ ധാരാളമായി പറഞ്ഞത് കാണാം. ഈമാനു ഖൗലും വ അമൽ, അത് വാക്കും പ്രവൃത്തിയുമാണ്. എന്താണ് ഈ വാക്കും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ? ഖൗലുൽ ഖൽബി വൽ ലിസാൻ വ അമലുൽ ഖൽബി വൽ ജവാരിഹ്. ഖൗലുൻ വ അമൽ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ വാക്കും നാവിൻ്റെ വാക്കുമാണ്. എന്താണ് ഹൃദയത്തിൻ്റെ ഖൗൽ എന്നാൽ? ഹൃദയത്തിൻ്റെ സംസാരം എന്താണ്? അത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. നാവ് കൊണ്ടുള്ള വാക്കുകൾ അത് നമുക്കറിയാം. നാവ് കൊണ്ടുള്ള ഈമാനികമായ വാക്കുകൾ, നല്ല വാക്കുകൾ, ദിക്റുകൾ, ഷഹാദത്ത് തുടങ്ങിയതെല്ലാം ഈമാനാണ്. അതുപോലെ അമലുൽ ഖൽബി വൽ ജവാരിഹ്, ഹൃദയത്തിൻ്റെയും അതുപോലെ അവയവങ്ങളുടെയും പ്രവർത്തനവുമാണ് ഈമാൻ. ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്നാൽ സ്നേഹവും അതുപോലെ ഭയവും പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും ഖൗഫും റജാവുമെല്ലാം ഖൽബിൻ്റെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതാണ് ഈമാൻ. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ തസ്ദീഖും ബിൽ ജിനാൻ വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് വൽ അർക്കാൻ. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, നാവ് കൊണ്ടുള്ള വാക്ക്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം. അതുകൊണ്ട് ഇസ്ലാമിൽ ഏത് അമലും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഏത് അമലിലും ഈമാനികമായ ധാരാളം പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പ് സംശയമില്ല, അത് ഇസ്ലാമിൻ്റെ, റമദാനിലെ നോമ്പ് ഇസ്ലാമിൻ്റെ 5 റുക്നുകളിലൊന്നാണ്. ഇസ്ലാമിൻ്റെ 5 അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ് നോമ്പ്. എങ്ങനെയാണ് അതിൽ ഈമാനികമായ അഖീദയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ഇല്ലാതിരിക്കുക? ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് നോമ്പിലെ ഈമാനിക പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നോമ്പ് കൂടുതൽ ഉന്മേഷത്തോടെയും കൂടുതൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയോടെയും ചെയ്യാൻ നമ്മെ സഹായിക്കും. നോക്കൂ, റമദാനിലെ നോമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഈമാനികമായ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ ഈ നോമ്പിൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നത്. അള്ളാഹുവിൻ്റെ നിഅമത്ത് നമ്മൾ അറിയുക, അത് മനസ്സിലാക്കുക, അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ശ്രേഷ്ഠമായ ഇബാദത്ത് നമുക്ക് നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. നോമ്പെന്ന ഇബാദത്ത്, പ്രിയ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച് നൽകി എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതറിയണം. റബ്ബ് പട്ടിണി കിടക്കാൻ പറഞ്ഞുകൊണ്ട്, ദാഹം അനുഭവിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്തിയതാണ് എന്ന് ഒരിക്കലും ഒരു മുസ്ലിം ചിന്തിച്ചുകൂടാ. മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്ത്, അവൻ്റെ അനുഗ്രഹമാണ് അതിലുള്ളത്. എന്തെല്ലാം നിഅമത്തുകളാണ് അള്ളാഹു നമുക്കതിൽ ഒരുക്കി വച്ചിട്ടുള്ളത്. നോമ്പ് നോൽക്കുമ്പോൾ സഹോദര, നീ ഒരിക്കലും പട്ടിണി കിടന്ന് ദാഹം സഹിച്ച് അള്ളാഹുവിന് എന്തെങ്കിലും അങ്ങോട്ട് ഉപകാരം നീ ചെയ്തു കൊടുക്കുകയല്ല. ലോകത്ത് ഒരു പടപ്പിനും
അള്ളാഹുവിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയില്ല. അല്ല, ലോകത്തുള്ള മുഴുവൻ പടപ്പുകൾക്കും അവരൊരുമിച്ച് ചേർന്നാലും അള്ളാഹുവിനൊന്നും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഹദീസിൽ നമുക്ക് കാണാം, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി വലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി. എൻ്റെ അടിമകളെ, നിങ്ങൾക്ക് ഒരിക്കലും എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാനും സാധ്യമല്ല. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ വിശ്വസിച്ചു എന്നത് എന്തോ അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം പോലെ പറയുകയുണ്ടായി. അറാബികളായ ഗ്രാമീണരായ അറബികൾ വിവരമില്ലാതെ പറഞ്ഞ ആ വാക്കിന് അള്ളാഹു ഇങ്ങനെ സൂറത്തുൽ ഹുജറാത്തിലൂടെ മറുപടി പറഞ്ഞത് കാണാം, യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. യമുന്നൂന അലൈക അൻ അസ്ലമു, നബി അവർ മുസ്ലിങ്ങളായി എന്നത് താങ്കൾക്കെന്തോ ഉപകാരം അവർ ചെയ്തു തന്നതുപോലെ അവർ പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നത് എനിക്കെന്തോ ഉപകാരം ചെയ്തു തന്നു എന്നതുപോലെ നിങ്ങൾ പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധരാണെങ്കിൽ സിദ്ഖോടെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. ഈ ഈമാനിലേക്ക് വഴി നടത്തിക്കൊണ്ട് ഇതിലേക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട് അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ആരിഫു യസീറു ഇലല്ലാഹ് ബൈന മുശാഹദത്തിൽ മിന്ന വ മുതാലഅത്തി ഐബി നഫ്സി വൽ അമൽ. അള്ളാഹുവിനെ, അവൻ്റെ നിഅമത്തുകളെ, ഈ ദീനിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരുവൻ സഞ്ചരിക്കുക രണ്ട് ചിന്തയിലൂടെയാണ്. ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ മനസ്സെപ്പോഴും ഈ രണ്ട് ചിന്തക്കിടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. ഒന്നെന്താണ്? അള്ളാഹുവിൻ്റെ നിഅമത്ത്, അതേക്കുറിച്ചുള്ള അവൻ്റെ ചിന്ത, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു എനിക്ക് നൽകിയത്. രണ്ടാമത്തത് സ്വന്തത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച്, അവനവൻ്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളെക്കുറിച്ച് ഉള്ള ആലോചന. നോക്കൂ, ഇതാണ് ഇത് രണ്ടുമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിലുള്ളത്. അബൂഉ ലക ബിനിഅമതിക അലൈ വ അബൂഉ ലക ബിദംബി. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാനിതാ സമ്മതിക്കുന്നു, എൻ്റെ തിന്മകളിതാ നിൻ്റെ മുന്നിൽ ഞാൻ സമ്മതിക്കും. ഇതിന് രണ്ടിനും ഇടയിലാണ്. സലഫുകളിൽ ചിലർ അവരോട് എന്താണ് നിങ്ങളുടെ അവസ്ഥയെന്ന് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, എൻ്റെ മനസ്സെപ്പോഴും ഇതാ ഈ രണ്ട് കാര്യങ്ങൾക്ക് നടുവിലാണ്, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, എൻ്റെ തിന്മകൾ. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവനാകട്ടെ നിന്നെക്കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. നിൻ്റെ തിന്മകൾ അള്ളാഹുവിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നീയാകട്ടെ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനുമാണ്. അപ്പോൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുക, അതുപോലെ തിന്മകളും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ രണ്ട് സുപ്രധാനമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഒന്ന്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അവൻ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് അത് ആലോചിച്ചുകൊണ്ട് അവനോടുള്ള സ്നേഹം. രണ്ടാമത്തേത്, നാവിൽ അവനെക്കുറിച്ചുള്ള ദിക്ർ, അവൻ്റെ ദിക്റും ഇസ്തിഗ്ഫാറും എല്ലാം നാവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, നോമ്പിൽ തന്നെ ഉള്ള അള്ളാഹുവിൻ്റെ എത്ര അനുഗ്രഹങ്ങൾ. നോമ്പിൽ മാത്രം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാസം ഒരാൾക്ക് അള്ളാഹു നൽകുക എന്ന്, അതിലേക്ക് അവൻ എത്തിക്കുക എന്നത്. റമദാനിൽ ജീവിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് ഏകുക എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ഈ റമദാനിൽ എത്തിച്ചേരാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ അതായിത്തീരാനും റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് ഏകുമാറാകട്ടെ. സലഫുകൾ ഇക്കാര്യം പ്രത്യേകമായി മനസ്സിലാക്കിയത് നമുക്ക് കാണാം. മുൻഗാമികളിൽ ചിലർ റമദാനായാൽ അവരുടെ കുടുംബക്കാരെ, വീട്ടുകാരെ രാത്രി വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, ഖൂമു ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമിക്കും ഹാദാ. എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ,
ഇബാദത്ത് ചെയ്യൂ. കാരണം ഇനിയൊരു റമദാൻ അടുത്ത വർഷം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ മാസം ജീവനോടെ ഉണ്ടാവുക, ആയുസ് ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. മറ്റൊന്ന്, ഈ ഇബാദത്ത് ഒരാൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവുക എന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ദീനിലെ ഏതേത് നിയമങ്ങളും അത് എളുപ്പമുള്ളതാണ്, അതൊരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ അത് ചെയ്യാൻ ഒരാൾക്ക് എളുപ്പമായി തീരുക അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ അതിൻ്റെ മറുവശം ആലോചിച്ച് നോക്കുക. കിട്ടാത്ത ആളുകളെ, സാധിക്കാത്ത ആളുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എത്ര വലിയ നിഅമത്താണ് എന്നത്. അതുപോലെ അള്ളാഹു ഈ റമദാനിൻ്റെ നോമ്പിൻ്റെ വിധിവിലക്കുകൾ, എങ്ങനെ നോമ്പെടുക്കണം, എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ പാടില്ല, അള്ളാഹു അത് നിനക്ക് പഠിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, റബ്ബിൻ്റെ നിഅമത്താണത്. എപ്പോൾ നോമ്പെടുക്കണം, എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് അള്ളാഹു പഠിപ്പിച്ചു തന്നു എന്നത് സഹോദര ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. മറ്റൊന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്കതിന് തൗഫീഖ് നൽകുക എന്നതാണ്. നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകുക, ഇബാദത്തുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുക. നിൻ്റെ ഹൃദയത്തെ, നാവിനെ, അവയവങ്ങളെല്ലാം അതിലേക്ക് ചലിപ്പിക്കാൻ, അതിനുവേണ്ടി ഉണർത്താൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അള്ളാഹു അതിന് മനസ്സ് തന്നില്ല എങ്കിൽ എങ്ങനെയാണ് നിനക്കത് സാധിക്കുക? റബ്ബിൻ്റെ നിഅമത്താണ്. ഇത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോട് പറഞ്ഞത്, യാ മുആദ് ഇന്നി ലഉഹിബ്ബുക്, മുആദ് എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നീ ഓരോ നിസ്കാരത്തിൻ്റെ അവസാനവും എന്തു പറയണം? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹു, നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക്, നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ, വ ശുക്രിക്, നിനക്ക് നന്ദി കാണിക്കാൻ, വ ഹുസ്നി ഇബാദതിക, നിന്നെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്ന്. റുബൈ ഇബ്ൻ ഖുസൈം റഹിമഹുല്ലാഹ് എന്ന താബിഈ, അദ്ദേഹം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയാറുണ്ടായിരുന്നു എന്നാണ്, അൽഹംദുലില്ലാഹി അല്ലദീ അആനനി ഫസുംത് വറസഖനി ഫഅഫ്തർത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ സഹായിച്ചു, അവൻ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ നോമ്പെടുത്തത്, അവൻ റിസ്ക് നൽകിയത് കൊണ്ടാണ് ഞാൻ നോമ്പ് തുറന്നത്, അല്ലാഹു കുടിക്കാൻ വെള്ളം തന്നത് കൊണ്ടാണ് ആ കുളിർമയുള്ള വെള്ളം നിൻ്റെ തൊണ്ടയിലൂടെ നീ ഉള്ളിലേക്ക് ഇറക്കുന്നത്, അല്ലാഹു നൽകിയത് കൊണ്ടാണ് നീ ആ ഭക്ഷണം നാവ് കൊണ്ട് രുചിയോടെ അതിൻ്റെ രുചി അറിഞ്ഞ് ഉള്ളിലേക്ക് ഇറക്കുന്നത്, അള്ളാഹുവിൻ്റെ നിഅമത്താണത്. നോക്കൂ, ഇതെല്ലാം നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ചിന്തിക്കുക, രോഗികളെക്കുറിച്ച് ആലോചിക്കുക, പ്രയാസപ്പെടുന്നവരെക്കുറിച്ച്, ഇതിന് സാധിക്കാത്ത ആളുകളെക്കുറിച്ച് ആലോചിക്കുക. നോക്കൂ, നോമ്പിൻ്റെ നിഅമത്തുകളിൽ ഏറ്റവും വലുത് മറ്റൊന്നാണ്. അത് ഈ റമദാൻ മുസ്ലിങ്ങളായിരിക്കെ ഈ മാസത്തിൽ എത്തിച്ചേരുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, ഈ റമദാൻ വരുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, കുരിശിൻ്റെയോ ബിംബങ്ങൾക്കോ മുന്നിൽ അവയെ ആരാധിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരല്ല, അവൻ്റെ ദീനിനെ തള്ളിക്കളയുന്ന മതനിഷേധികളല്ല. ആ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, അഹ്ലുൽ ഇസ്ലാമിൽ അള്ളാഹു നിന്നെ ചേർത്തു എന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അല്ലെങ്കിൽ നീ ഒന്ന് ചുറ്റും ലോകരിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക്, ഈ ഭൂമി പുറത്ത് ചവിട്ടി നടക്കുന്ന ആളുകളെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. കോടാനുകൂടി മനുഷ്യർ ഇന്ന് വരെ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം പോലും നോമ്പെടുക്കാത്ത, ഒരു സുജൂദ് പോലും അള്ളാഹുവിന് വേണ്ടി ചെയ്യാത്ത, തൗഫീഖ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈമാൻ കൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ മുന്നിൽ നിസ്കരിക്കുന്ന, അവനു വേണ്ടി നോമ്പെടുക്കുന്നവനാക്കി അള്ളാഹു നിന്നെ മാറ്റിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ നോക്കൂ, നോമ്പിൽ ഓർക്കേണ്ട നിഅമത്താണ് അള്ളാഹു റിസ്ക് നൽകി എന്ന നിഅമത്ത്. നേരത്തെ ആ താബിഈയുടെ വാക്കിലുള്ളതുപോലെ, കാരണം നോമ്പ്
പട്ടിണിയുടെ ചൂട്, അതുപോലെ ദാഹത്തിൻ്റെ ആ വരണ്ട അനുഭവം നമുക്ക് നൽകുന്നു. ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, അത് നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ചുള്ള ചിന്ത അത് മനസ്സിലുണ്ടാകണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നിഅമത്ത് ഓർക്കുകയും വേണം. യാതൊരു സംശയവുമില്ല, അത് നോമ്പിലെ പാഠമാണ്. പണ്ഡിതന്മാരത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പട്ടിണിയുടെ ആ പ്രയാസം എന്താണ്, അതിൻ്റെ ചൂടെന്താണ് എന്നത് അറിയുന്നു. സുബ്ഹാനല്ലാഹ്, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് അള്ളാഹു നൽകിയ ഈ ഭക്ഷണമെന്ന, പാനീയമെന്ന അള്ളാഹുവിൻ്റെ നിഅമത്തിനെക്കുറിച്ച്, റിസ്ക്കിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവുക. നോക്കൂ, അത് അള്ളാഹു നമുക്ക് നൽകിയത് നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല. അള്ളാഹു ആളുകളുടെ മേന്മ കൊണ്ടാണ് അവർക്ക് ഭക്ഷണവും പാനീയവും നൽകുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ നബിമാർ, അവരുടെ ഏറ്റവും അടുത്ത അനുയായികൾ പട്ടിണി സഹിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് പുറത്തേക്കിറങ്ങിയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ് ആരെ? അബൂബക്കർ സിദ്ദീഖിനെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ. അവർ പരസ്പരം പറയുകയാണ്, എന്തിനാണ് പുറത്തിറങ്ങിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. വീട്ടിൽ നിന്ന് സാധാരണ പുറത്തിറങ്ങാത്ത സമയത്ത് പുറത്തിറങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ കാണുന്നു, ഉമറിനെ കാണുന്നു. 3 പേരും പുറത്തിറങ്ങിയത് വിശന്നിട്ടാണ് എന്നാണ്. വിശന്നിട്ട് പട്ടിണി കൊണ്ട് വീട്ടിൻ്റെ പുറത്തിങ്ങനെ വെറുതെ ഇറങ്ങുകയാണ്. അങ്ങനെ അവർ 3 പേരും ഒരു സഹാബിയുടെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹം അവരെ സൽക്കരിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലാ നബീന വസല്ലം റളിയല്ലാഹു അനി സഹാബത്തി അജ്മഈൻ. നോക്കൂ, ഇങ്ങനെ പട്ടിണി സഹിച്ചിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ പടപ്പുകളാണ്. അതുകൊണ്ട് ഈ ഭക്ഷണവും വെള്ളവും നിൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ട് അള്ളാഹു തന്നതാണെന്ന് നീ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ നിഅമത്തൊന്നു മാത്രം, അവൻ്റെ കാരുണ്യം ഒന്ന് മാത്രം. അവനെങ്ങാനും ഇത് പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ ഒരു തുള്ളി വെള്ളം നിനക്ക് കൊണ്ടുവന്ന് തരാൻ, ഒരു ഒറ്റന്നം നിനക്ക് കൊണ്ടുവന്ന് തരാൻ ലോകത്തൊരു പടപ്പിനും സാധ്യമല്ല. അതിന് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ആ നിഅമത്ത് മനസ്സിലാക്കുക. നോമ്പിലെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ ഒന്നാണ് അവൻ പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുന്നു എന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് മുഖേന അള്ളാഹു നന്മകൾ എളുപ്പമാക്കുന്നു, തിന്മകൾ ലോകരിൽ അതുകൊണ്ട് കുറഞ്ഞു പോകുന്നു. മറ്റൊരു നിഅമത്താണ് ഈ നോമ്പിന് അള്ളാഹു വലിയ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു എന്നത്. കാരണം നോമ്പിലുള്ളത് സബറാണ്, ക്ഷമയാണ്. ക്ഷമാശീലർക്കാകട്ടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കണക്കില്ലാത്തതാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അള്ളാഹു പറഞ്ഞു, ക്ഷമാലുക്കൾക്കാണ്, ക്ഷമാശീലർക്കാണ് കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുക. അപ്പോൾ നോക്കൂ, നോമ്പിലെ റമദാനിലെ ഈമാനികമായ പാഠങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നോക്കൂ, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പോരായ്മകളും വീഴ്ചകളും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈമാനികമായ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം. അതാണ് അള്ളാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞത്. എന്താണ്? ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ പേടിക്കുന്ന, അവൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവർ. എന്നിട്ട് റബ്ബ് അവരെക്കുറിച്ച് പറഞ്ഞു, സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകളാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നവരാണ്. വഖുലൂബുഹും വജിലത്തുൻ, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരവരുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നോർത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാം. നബിയെ, അവർ മോഷ്ടിക്കുകയോ അതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യുകയോ അങ്ങനെ വല്ലതും പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഖുലൂബുഹും വജിലത്തും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും എന്ന് അള്ളാഹു പറഞ്ഞത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിൻ്റെ മകളെ, ഹുമുല്ലദീന യസുമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അവർ നിസ്കരിക്കുകയും സദഖ നൽകുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവർ പേടിക്കുന്നത് എന്താണ്? അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്നാണ്, അത് തള്ളപ്പെട്ടു പോകുമോ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, അങ്ങനെ ആ ചിന്തയാണ് അവരെ പേടിപ്പിക്കുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, അള്ളാഹു സ്വീകരിക്കാതെ പോകുമെന്ന പേടി ഒരിക്കലും അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന് വേണ്ടി ഒരാൾ ആത്മാർത്ഥമായി അയാൾ അമലുകൾ ചെയ്യുന്നു, എന്നിട്ട് അള്ളാഹു അത് സ്വീകരിക്കാതെ തള്ളിക്കളയും എന്നല്ല, ഒരിക്കലുമല്ല. മറിച്ച് എന്താണ് ആ പേടി മുഅ്മിനിനുണ്ടാകുന്നത്? തൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്നാണ്. അതല്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വാഗ്ദാനം ഒരിക്കലും അവൻ ലംഘിക്കുകയില്ല. അള്ളാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അയാൾ അള്ളാഹു സ്വർഗത്തിന് വേണ്ടി പടച്ചതാണ്, മറ്റൊരാൾ അള്ളാഹു നരകത്തിന് വേണ്ടി പടച്ചതാണ്. നേരത്തെ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അവൻ സഈദാണോ, സൗഭാഗ്യവാനാണോ, അതല്ല ഷഖിയാണോ, ദൗർഭാഗ്യവാനാണോ എന്നെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും പ്രവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കും. ഹത്താ ലാ യകൂന ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലഹാ. ഒരാൾ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കും. അങ്ങനെ സ്വർഗവും അവനുമായി ഒരു ചാൺ മാത്രം അകലത്തിലായിരിക്കെ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, നേരത്തെ അവൻ്റെ കാര്യത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയത് അവൻ ദൗർഭാഗ്യവാനാണ് എന്നാണ്. നരകക്കാരുടെ പ്രവർത്തനം ചെയ്യും, അവൻ നരകത്തിലേക്ക് പോകും. നേരെ തിരിച്ചു സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനം ഒരാൾ പ്രവർത്തിക്കും, സ്വർഗത്തിലേക്കുള്ള അമൽ, എന്നിട്ട് ഇത്രത്തോളം സ്വർഗത്തോട് അടുക്കുമ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവനെക്കുറിച്ച് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതെന്തോ അതവൻ പ്രവർത്തിക്കും, നരകക്കാരൻ്റെ പണിയെടുക്കും, നരകത്തിലേക്ക് പോകും. ഇതുപോലുള്ള ഹദീസുകൾ ഒരിക്കലും പ്രിയ സഹോദരങ്ങളെ ഒരാളെയും അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കുന്നതിലേക്ക് നയിക്കരുത്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് മുന്നിൽ ആത്മാർത്ഥമായി നിന്ന് അവന് വേണ്ടി ജീവിച്ച് അങ്ങനെ തല നരക്കുവോളം, എല്ലുകൾ ക്ഷയിക്കുവോളം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനെ അള്ളാഹു കൈവിടിയും എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അതിനുള്ള കാരണം ഇയാളിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഹദീസിൻ്റെ മറ്റു ചില ഹദീസുകളിൽ വന്നത് കാണാം, അയാൾ സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കും. ഫീമ യബ്ദൂലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ അവൻ സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നത്. നരകക്കാരൻ്റെ പ്രവർത്തനം അവൻ ചെയ്യും ഫീമ യബ്ദൂലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ അങ്ങനെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം അയാളുടെ ഉള്ള് അവിടെ എന്തോ പ്രശ്നമുണ്ട്. പുറമേക്ക് കാണുന്നത് പോലെയല്ല ഉള്ളകം. ഒന്നുകിൽ അയാളുടെ ഇഖ്ലാസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, റിയാ അയാളിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വകാര്യമായ തിന്മകൾ അയാളിലുണ്ടായിരുന്നു. ഇത് രണ്ടും വളരെ അപകടമാണ്. ഇത് ഒരാളുടെ ഈമാൻ നശിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇഖ്ലാസോടെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച, രഹസ്യവും പരസ്യവും നന്നാക്കിയ ഒരാളെയും അള്ളാഹു കൈവിട്ട ചരിത്രമില്ല. അങ്ങനെയുള്ള ഒരാളും ഈമാനോടെ അല്ലാതെ മരിച്ചിട്ടില്ല. രഹസ്യവും പരസ്യവും അള്ളാഹുവിന് വേണ്ടി നന്നാക്കിയ, ഖലാസോടെ ജീവിച്ച ഒരാളെ അള്ളാഹു കൈവിടുകയില്ല. മറിച്ച് അവൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അവൻ്റെ അമലുകൾ അത് പാളിപ്പോകുന്നത്, അത് പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന പേടി ഒരിക്കലും അള്ളാഹുവിനോട് അനീതി ചെയ്യുമോ എന്ന വിചാരം കൊണ്ടല്ല, മറിച്ച് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അതിന് പോരായ്മ സംഭവിച്ചേക്കുമോ എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ചിന്ത വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുക. ആ പോരായ്മ മനസ്സിലാക്കിയാൽ നമ്മെ അത് തൗബയിലേക്ക് നയിക്കും. എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം, പലരും എന്തെങ്കിലും കുറച്ച് അമൽ ചെയ്താൽ അവർ ഉജ്ബ് പിടികൂടും. സ്വയം ഞാനെന്തോ മെച്ചപ്പെട്ട ആളാണ് എന്നൊരു ചിന്താഗതി പ്രിയ സഹോദരങ്ങളെ പിടികൂടും. പ്രത്യേകിച്ച് ഇത് പിടികൂടുക ആരെയാണ്? അവർ തൗഹീദിനെയാണ്, തൗഹീദിൻ്റെ ആളുകളെയാണ്. കാരണം അവർ തൗഹീദുള്ള ആളുകൾക്ക് അവർക്ക് അറിയാം തൗഹീദിന് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തരമായ വാഗ്ദാനം. മുഹിദ് അവൻ സ്വർഗത്തിനാണ്, യാതൊരു സംശയവുമില്ല. അവൻ്റെ അന്തിമ ഗേഹം സ്വർഗമാണ്. അള്ളാഹു ഒരിക്കലും അവന് ശാശ്വത ശിക്ഷ നൽകുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഒരു മുസ്ലിം പിന്നീട് അവന് ഉജ്ബ്,
താനെന്തോ വലിയ ആളാണ് എന്ന ചിന്ത പിടികൂടിയേക്കാം. അതില്ലാതിരിക്കാൻ സഹോദരങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹത്വമാണ്. അള്ളാഹുവിൻ്റെ മഹത്വമാണ്. നിനക്ക് അവനോടുള്ള ബാധ്യതയാണ്. നീ എത്ര കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലും, ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നീ സുജൂദിൽ കിടന്നാലും അള്ളാഹുവിനോടുള്ള നിൻ്റെ ഹക്ക്, അവനോടുള്ള നിൻ്റെ ബാധ്യത നീ പൂർത്തീകരിച്ചിട്ടില്ല, ഒരിക്കലും സാധ്യമല്ല. അത്രയും ഹക്ക് നിനക്ക് റബ്ബിനോടുണ്ട്. കാരണം നീ എന്താണ്, നീ ആരാണ്? അള്ളാഹു നൽകിയതല്ലാതെ എന്താണ് നിൻ്റെ പക്കലുള്ളത്? അവനാണ് നിന്നെ പടച്ചത്, അവനാണ് നിന്നെ ഇസ്ലാം ഈമാൻ പഠിപ്പിച്ചത്, അതിലേക്ക് നയിച്ചത്, അത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഏകിയത്. എന്നിട്ട് നിന്നിൽ നിന്ന് അവൻ അത് സ്വീകരിക്കുന്നതും അവനാണ്. ആ റബ്ബിനോടുള്ള ബാധ്യത ഒരിക്കലും അവസാനിക്കുകയില്ല, ഒരിക്കലും അത് അവസാനിക്കുകയില്ല. നോക്കൂ, ലോകാവസാനം വരെ തുടങ്ങി പടക്ക സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അവസാനം വരെ അള്ളാഹുവിന് മുന്നിൽ സുജൂദിൽ കിടന്ന മലക്കുകളിൽ ചിലർ ഒടുവിൽ പറയുമെന്നാണ്, അള്ളാഹു നിന്നോടുള്ള ഹക്ക് ഇബാദത്ത് അതിൻ്റെ ഹക്കായ രൂപത്തിൽ ഞങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന്. അതൊക്കെ ആളുകളുടെ, മനുഷ്യരുടെ സ്ഥിതി എന്താണ്? ഈ തിന്മകളും അതുപോലെ ഇബാദത്തുകളിലെ അശ്രദ്ധയും ഒക്കെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ കുറച്ച് ചെയ്താൽ ഞാൻ എന്തോ വലിയ ആളായിപ്പോയി എന്ന് നമുക്ക് തോന്നാൻ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെ ഉണ്ടാവരുത്. മറിച്ച് നമ്മുടെ ഇബാദത്തുകളെ പോരായ്മകളെക്കുറിച്ച് ആലോചിക്കുക, അത് തൗബയിലേക്ക് നയിക്കും. നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, നീ അള്ളാഹുവിൻ്റെ മഹത്വം ആലോചിക്കുക, അവനോടുള്ള നിൻ്റെ ബാധ്യത ചിന്തിക്കുക. അത് നിന്നെ എന്തിലേക്ക് നയിക്കും? നിൻ്റെ പോരായ്മകളെക്കുറിച്ചുള്ള ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാക്കി തരും. നിൻ്റെ പോരായ്മകൾ നീ മനസ്സിലാക്കും. അത് നിന്നെ എന്തിലേക്ക് കൊണ്ടുപോകും? തൗബയിലേക്ക് കൊണ്ടുപോകും. ഈ 3 കാര്യങ്ങൾ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാറുകൾ ആലോചിച്ച് നോക്കൂ, ഇത് കാണാം നമുക്ക്. അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ്, നീയാണ് എന്നെ പഠിച്ചു, ഞാൻ നിൻ്റെ അടിമയാണ്. എന്നിട്ട് നമ്മുടെ പോരായ്മകൾ പറയുന്നു, അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കുക. മനസ്സിൽ ഈ ചിന്ത ഉണ്ടായാൽ തന്നെ ഒരാൾ രക്ഷയുടെ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അതല്ല, ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിൽ ഈ കിബ്റാണ്, ഉജ്ബാണെങ്കിൽ അവൻ വലിയ അപകടത്തിലാണ്. അള്ളാഹുവിനിഷ്ടം അവൻ്റെ മുന്നിൽ നീ പാപിയായി, ഞാൻ പാപിയാണ് എന്ന ബോധത്തിൽ തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സോടെ നിൽക്കുക എന്നതാണ്. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ അമ്പിയ അവരെത്ര തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തിയ തൗബ ചെയ്തത്? ഇത്രയും നന്മകളുള്ളവർ, തിന്മകളുടെ കറയേൽക്കാത്തവർ. എന്തുകൊണ്ട്? കാരണം അവർ അള്ളാഹുവിൻ്റെ ഹക്ക് മനസ്സിലാക്കി, റബ്ബിനോടുള്ള ബാധ്യത തിരിച്ചറിഞ്ഞു, മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യൻ്റെ പോരായ്മ മനസ്സിലാക്കി. അതവരെ തൗബയിലേക്ക് നയിച്ചു. അപ്പോൾ നോക്കൂ, നോമ്പിലെ രണ്ടാമത്തെ ഈമാനികമായ പാഠം ഞാൻ പറഞ്ഞത് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ പോരായ്മ മനസ്സിലാക്കുക. കിട്ടിയതെല്ലാം അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിച്ചതുപോലും അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അതിൽ നിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുക. 3ാമത്തെ പാഠം, നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക എന്ന പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു, അസ്സൗമു ലീ വ അന അജ്സി ബിഹ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. യദഉ ശഹ്വതഹു വഅക്ലഹു വശുർബഹു മിൻ അജ്ലി, അവനവൻ്റെ ലൈംഗിക മോഹവും ഭക്ഷണപാനീയങ്ങളും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കഫാ ബിഖൗലിഹി അസ്സൗമു ലീ ഫദ്ലൻ ലിസ്സിയാമി അലാ സായിരിൽ ഇബാദാത്ത്, സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ് എന്ന അള്ളാഹുവിൻ്റെ ആ വാക്ക് മാത്രം മതി നോമ്പിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലാണത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പിൽ റിയാ ഇല്ല എന്ന്. നോമ്പിൽ റിയായിന് സാധ്യത വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ട്? കാരണം ആളെ കാണിക്കാൻ പറ്റാത്ത അമലാണത്. കുറേ ആളുകൾ റമദാനിൽ നോമ്പെടുത്തിരിക്കുമ്പോൾ ഒരാൾ ആ കൂട്ടത്തിൽ നോമ്പില്ല എങ്കിൽ ആളെ തിരിച്ചറിയാൻ സാധിക്കില്ല. നോമ്പല്ലാത്ത റമദാനല്ലാത്ത സമയത്ത് കുറേ ആളുകളുടെ കൂട്ടത്തിൽ നോമ്പെടുത്തിട്ട് ഒരാൾ വന്നിരുന്നാൽ അയാൾക്ക് നോമ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കുന്ന അമലാണ് നോമ്പ്. അതുകൊണ്ട് അത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം അതിൽ പ്രതീക്ഷിക്കുക. അതാണ് ഈമാനൻ വഹ്തിസാബൻ.
ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലത്തിൽ വിശ്വസിച്ചുകൊണ്ട് നോമ്പെടുക്കുക. ഇത് നോമ്പിലെ ഈമാനികമായ പ്രധാനപ്പെട്ട പാഠമാണ്. അടുത്തത്, നാലാമത്തേത്, ഇതിൻ്റെ ബാക്കിയായി മനസ്സിലാക്കുക, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് പ്രതിഫലം നൽകുക എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ തരും, സൗമുലി വ അന അസീബ്, ഏതിനും പ്രതിഫലം അള്ളാഹുവിൻ്റെതാണ്, സംശയമില്ല. പക്ഷെ വ അന അസീബ്, ഞാൻ അത് തരും, പ്രതിഫലം തരും എന്ന് പറഞ്ഞവൻ ആരാണ്? അവൻ കരീമായ റബ്ബാണ്. കരീമായ അള്ളാഹുവാണ്, ഏറ്റവും ഉദാരനായ റബ്ബ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യരിൽ ആരെങ്കിലും നല്ല പൈസയുള്ള ഒരാൾ, നന്നായി ദാനധർമ്മത്തിന് അറിയപ്പെട്ട ഒരാളോട് പറയണത് ഞാൻ തരും, ഞാൻ തരും എന്ന് പറഞ്ഞാൽ ഇവൻ എത്ര വലിയ പ്രതീക്ഷ വെക്കും അതിൽ? കാരണം ഒന്ന്, അയാൾ പണം കയ്യിലുള്ള ആളാണ്. രണ്ട്, അയാൾ നന്നായി കൊടുക്കുന്ന ആളാണ്. ഒരു പടപ്പിൽ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രതീക്ഷ എന്തായിരിക്കും? അല്ലാഹു അക്ബർ, അല്ലാഹു വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും ഉന്നതമാണ്. അവൻ്റെ വിശേഷണങ്ങൾ ഒരു പടപ്പിൻ്റേതും പോലെയല്ല. ഏറ്റവും കരീമായ അള്ളാഹുവാണ് പറയുന്നത് എന്ത്? വഅന അസീബ് സൗമുലി വഅന അസീബ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തരും അതിൻ്റെ പ്രതിഫലം. അള്ളാഹുവിൻ്റെ കറമിൽ, അവൻ്റെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതിൽപ്പെട്ടതാണ്, നോക്കൂ, നോമ്പുകാരൻ്റെ പ്രതിഫലം. നോമ്പുകാരൻ്റെ സ്വർഗത്തിലെ കവാടം ബാബുർ റയ്യാൻ എന്ന കവാടമാണ്. ബാക്കി അമലുകൾക്കെല്ലാം ആ അമലിൻ്റെ പേരാണുള്ളത്. സ്വർഗത്തിലെ 8 കവാടങ്ങൾക്ക് ഓരോ അമലിൻ്റെ പേരാണ്. ഇപ്പോൾ ബാബുൽ ജിഹാദ്, അതുപോലെ ബാബു സലാഹ്, നിസ്കാരത്തിൻ്റെ, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാട്ടത്തിൻ്റെ, ഇതിൻ്റെ ഒക്കെ ഓരോ വാതിലുകൾ, അതിൻ്റെ ആളുകൾ അതിലൂടെ കടക്കാനാണ് പറയുക. നോമ്പുകാരൻ്റെ കവാടത്തിൻ്റെ പേര് ബാബു സിയാം എന്നല്ല, പിന്നെ ബാബു അർ റയ്യാൻ, റയ്യാൻ എന്നാണ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് ശരീരം കുളിർക്കുന്നതിനാണ്. വെള്ളം കുടിച്ച് ശരീരം ഒന്നാകെ അതിൻ്റെ കുളിർമ അറിയുക, നിറയുക, നിറഞ്ഞ് പുറത്തേക്ക് തുളുമ്പുമാറ് നിറയുക. ആ വാക്കാണ് റിയ് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്, ബാബു റയ്യാൻ എന്ന വാക്ക്. ഇപ്പം നമുക്ക്, കാരണം നോമ്പുകാരൻ അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചവനാണ്, അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചവനാണ്. നീ ഒന്ന് ചിന്തിച്ച് നോക്കി, റബ്ബിന് വേണ്ടി നീ ഒരു പ്രയാസം സഹിച്ചിട്ട് അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിനേക്കാൾ വലുത് നിൻ്റെ ത്യാഗമായി തീരുക ഇല്ല. കരീമായ അള്ളാഹു അതിന് സമ്മതിക്കുകയില്ല. പക്ഷെ റബ്ബിൻ്റെ പ്രതിഫലം അത് വളരെ വലുതായിരിക്കും. ഇതേത് കാര്യത്തിനും ചിന്തിക്കേണ്ടതാണ്. നീ ഒരു ചെറിയ പ്രയത്നം അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനം അതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. അതുപോലെ നോമ്പിൻ്റെ പ്രതിഫലമായി പറഞ്ഞത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മാത്രമല്ല റമദാൻ ഇല റമദാൻ മുകഫിറാത്തു ലിമാ ബൈനഹുൻ, 2 റമദാനുകൾക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്, നീ നോമ്പെടുക്കുക, നോമ്പിന് പകരം മറ്റൊന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഓർക്കുക, ഈ പ്രതിഫലം പറഞ്ഞ റബ്ബ് കരീമായ റബ്ബാണ് എന്നത് നോമ്പിലെ ഈമാനികമായ പാഠങ്ങളിലൊന്നാണ്. മറ്റൊന്ന് നോക്കൂ, നോമ്പിലെ അഖീദയിലെ പാഠമാണ്, ഇക്കാലത്ത് പലരും മറന്നിട്ടുള്ള ഒരു പാഠമാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു പറഞ്ഞാൽ അതിനുള്ള നമ്മുടെ മറുപടി സമിഅ്തു അതഅ്തു, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു എന്നാണ്. സമിഅ്നാ വ അതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന പാഠം നിങ്ങൾ നോക്കൂ. ഈമാനിൽ നമുക്ക് കാണാം. നമ്മുടെ ദീൻ ഇതാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠമാണിത്. ദീനിനെ സ്വന്തം യുക്തിക്കും അല്ലെങ്കിൽ മറ്റുള്ള താല്പര്യങ്ങൾക്കനുസരിച്ചുമൊക്കെ വളച്ചൊടിക്കുന്ന ആളുകൾ നോമ്പിനെക്കുറിച്ച് ചിന്തിക്കുക. ശ്രദ്ധ ബുദ്ധിക്കനുസരിച്ച് അവൻ്റെ താല്പര്യങ്ങൾക്കും അവൻ്റെ ചിന്തകൾക്കും അവൻ പഠിച്ചു വച്ച മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ യോജിച്ച് വന്നാൽ മാത്രം ദീൻ സ്വീകരിക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ ദീനിനെ വളച്ചൊടിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. ഈ നിലപാട് സ്വീകരിക്കുന്ന, ഉള്ളിൽ നിഷേധം കൊണ്ട് നടക്കുന്ന, പുറമേക്ക് ഇസ്ലാം അഭിനയിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട പാഠമാണ്. നോമ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി. നോമ്പിൽ പൂർണ്ണമായ അനുസരണമാണുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചു, ഇതാ വർഷത്തിലൊരു മാസം,
ആ മാസത്തിൻ്റെ പേര് റമദാൻ. അതിൽ നീ നോമ്പെടുക്കണം. എന്താണ് മുഅ്മിനീങ്ങളുടെ വാക്ക്? സമഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. നമുക്കിത് മാറ്റാൻ പറ്റുമോ? നമുക്കിത് വേറൊരു മാസത്തേക്ക് മാറ്റാൻ കഴിയുമോ? ഇല്ല. ഈ മാസം നീ നോമ്പെടുക്കുക. ഈ മാസം നീ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നോമ്പിന് വിരുദ്ധമായത് ചെയ്താൽ ശിക്ഷയാണ് നിനക്കുള്ളത്, ഹറാമാണ്. നോമ്പ് നിന്റെ പേരിൽ വാജിബാണ്. എന്നിട്ട് ഈ മാസം കഴിഞ്ഞ് അതാ അടുത്ത മാസത്തിലെ 1-ാമത്തെ ദിവസം, ശവ്വാൽ 1, ഈദിൻ്റെ ദിവസം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, ആ ദിവസം നിനക്ക് നോമ്പെടുക്കൽ ഹറാമാണ്. നീ ഭക്ഷണം കഴിച്ചിരിക്കണം, നോമ്പ് ഒഴിവാക്കിയിരിക്കണം, വാജിബാണ്. എന്താ മുഅ്മിനീങ്ങളുടെ വാക്ക്? മുഅ്മിനീങ്ങളുടെ നിലപാട് എന്താണ്? സമഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ വേറൊരു മാസമാണ് നിശ്ചയിച്ചതെങ്കിൽ അതാണ് നമ്മുടെ മാസം. അള്ളാഹു വേറൊരു ദിവസമാണ് പെരുന്നാൾ നിശ്ചയിച്ചതെങ്കിൽ അതാണ് നമ്മുടെ പെരുന്നാൾ. ഖിബ്ല അള്ളാഹു മാറ്റിയ, സുബ്ഹാനല്ലാഹ്, ആ വലിയ സംഭവം ഖുർആനിലെ എത്ര 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 ആയത്തുകളിലാണ് അള്ളാഹു ഖിബ്ല മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. എത്ര പാഠങ്ങളുണ്ടതിൽ. നിങ്ങൾ സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ. അതിൽ 2-ാമത്തെ ജുസ് ആരംഭിക്കുന്നത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ചില സുഫഹാ വിവരദോഷികൾ പറയും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ, ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഖിബ്ല അതിൽ നിന്ന് ഇവരെ തിരിച്ചുവിട്ടത് എന്താണ്? ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, നീ പറയുക അള്ളാഹുവിൻ്റെതാണ് കിഴക്കും പടിഞ്ഞാറും. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സംഭവം. ഖുർആനിൽ ഇത്രയും ആയത്തുകൾ അള്ളാഹു പറഞ്ഞ ഈ സംഭവം വളരെ ശ്രദ്ധിക്കുക. ആദ്യം മുഅ്മിനീങ്ങൾക്ക് ഖിബ്ലയായി ഉണ്ടായിരുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന സമയത്ത് നബി നിസ്കരിച്ചിരുന്നത് കഅബയ്ക്ക് നേരെ തിരിഞ്ഞ് മസ്ജിദുൽ അഖ്സയുടെ ദിശയിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ നബിയുടെ മുന്നിൽ കഅബയും വരും, മസ്ജിദുൽ അഖ്സയും വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിസ്കരിച്ചിരുന്നത്. എന്നാൽ മദീനയിലേക്ക് വന്നപ്പോൾ അത് സാധ്യമല്ലാതായി. രണ്ട് ദിശയിലാണ്. ഒന്നുകിൽ കഅബയിലേക്ക് തിരിയുക, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹീനാൽ ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞത്. മാസങ്ങൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ നിസ്കരിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ പിന്നീട് നബിയെ അവൻ്റെ കഅബയിലേക്ക് തിരിച്ചു. നബി അത് ആഗ്രഹിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നോക്കൂ, യഹൂദികൾ അവർ ഇതിൽ പ്രശ്നമുണ്ടാക്കി. എന്താണ് ഇവർക്ക് കുറച്ചു കാലം ഒരു ഖിബ്ല, പിന്നെ വേറൊരു ഖിബ്ല. മുനാഫിക്കുകൾക്ക് അത് പ്രശ്നമായി. ചിലർ മുർത്തദ്ദായി പോയി എന്നാണ്, ഇസ്ലാമിൽ പുറത്തു പോയി എന്ന്. അല്ലാഹു അക്ബർ. ഇങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖിബ്ല മാറ്റിയത്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ബഖറയിലെ, ഞാൻ പറഞ്ഞു ഏതായത്താണത്? 2-ാമത്തെ ജുസ് തുടങ്ങുന്ന ആയത്താണ്. പക്ഷേ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സാദുൽ മആദിൽ പറയുകയുണ്ട്, യഥാർത്ഥത്തിൽ ഖിബ്ല മാറ്റത്തെക്കുറിച്ചുള്ള ആയത്തുകൾ അവിടെയല്ല തുടങ്ങുന്നത്. സൂറത്തുൽ ബഖറയിൽ അതിനു മുൻപേ നിങ്ങൾക്ക് എന്ത് കാണാം? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പടുത്തുയർത്തിയതിനെക്കുറിച്ച് കാണാം. 1-ാമത്തെ ജുസ് അവസാനിക്കാറാകുന്ന ആ ഭാഗത്ത് കാണാം കഅബയുടെ കാര്യം, ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെയും കാര്യം, അതുപോലെ യഹൂദ് നസ്രാനികളുടെ കാര്യം, നമ്മൾ മുഴുവൻ നബിമാരിലും വിശ്വസിക്കുന്ന, ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഖിബ്ല മാറ്റത്തിലേക്ക് നേരിട്ട് കടക്കുന്നത്. അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതൊരായത്ത് നാം അവതരിപ്പിച്ചാലും, ഏതൊരായത്ത് നാം ദുർബലപ്പെടുത്തിയാലും അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് നാം പകരം കൊണ്ടുവരും. അള്ളാഹു നിശ്ചയിച്ചു, നമ്മളത് പാലിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഓരോ നിസ്കാരത്തിനും ഓരോ ഖിബ്ലയാണ് നമുക്ക് നിശ്ചയിച്ചു തന്നെങ്കിൽ നമ്മൾ അങ്ങനെ തിരിയും. ഓരോ നിസ്കാരത്തിനും ഓരോ ഖിബ്ലയിലേക്ക് അള്ളാഹു തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും. കാരണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അള്ളാഹു പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ നോക്കൂ, റമദാനിൽ അള്ളാഹു റമദാൻ എന്ന മാസം നിശ്ചയിച്ചു, ആ മാസം നോമ്പെടുക്കാൻ പറഞ്ഞു, നമ്മൾ നോമ്പെടുക്കുന്നു. അതിനുശേഷം പെരുന്നാളുണ്ട്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല, നമ്മളത് കേട്ടു, അനുസരിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ പകലിൽ നോമ്പെടുക്കാൻ പറഞ്ഞു, രാത്രിയോ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. അള്ളാഹു എങ്ങാനും നിശ്ചയിച്ച് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ നോമ്പെടുക്കും. രാത്രി നോമ്പും പകൽ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ.
അള്ളാഹു എന്ത് നിശ്ചയിച്ചോ അതുപോലെ പാലിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. ഈ പാഠം അള്ളാഹുവിൻ്റെ അബ്ദുകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മൾ എന്ന പാഠം നോമ്പിലെ പ്രധാനപ്പെട്ട പാഠമാണ്, ഈമാനികമായ പാഠമാണ്. അള്ളാഹുവിൻ്റെ ഉബൂദിയ്യ, അവൻ്റെ അടിമത്വം അംഗീകരിക്കുന്ന, അവൻ്റെ അടിമകളാണ് നമ്മൾ എന്ന കാര്യം അംഗീകരിക്കുന്ന, അവന് വിധേയരായി ജീവിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. ഇതാണ് ദീൻ എന്നാണ്. നമ്മുടെ ദീനിൻ്റെ പേര് തന്നെ അതാണ്, ഇസ്ലാമാണ്. അള്ളാഹുവിന് സമർപ്പിക്കലാണ്, ഇസ്ലാമാണിത്. അള്ളാഹുവിന് സ്വയം സമർപ്പിക്കലാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു ചേലാക്രമം ചെയ്യാൻ കൽപ്പിച്ചു. 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ്. 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. അത് നിർവഹിച്ചു എന്നാണ്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, ഹദീസുകളിൽ കാണാൻ ഇബ്രാഹിം അലൈഹിസ്സലാം അത് നിർവഹിച്ചു. ബിൽ ഖദ്ദൂം, ഖദ്ദൂമിൽ വെച്ച് എന്ന് ഒരർത്ഥമുണ്ട് അതിന്. എന്ന് പറഞ്ഞാൽ ഖദ്ദൂം എന്നൊരു സ്ഥലത്ത് വെച്ചത് നിർവഹിച്ചു. മറ്റൊരർത്ഥം പണ്ഡിതന്മാർ ഇതിന് വെച്ചത് ഉളി പോലുള്ളൊരു ആയുധമാണ് ഖദ്ദൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തു? ചേലാകർമ്മം നിർവഹിച്ചു. അള്ളാഹു കൽപ്പിച്ചു എന്നതിനാൽ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയുടെ റബ്ബ് പറഞ്ഞു അസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെടുക, മുസ്ലിം ആവുക. അതാണ് മുസ്ലിം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധം, അത് ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യങ്ങളിലൊന്നാണ്. മനസ്സിലായില്ലേ? നീ ഈ ജീവിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്, നിൻ്റെ റബ്ബിന് വേണ്ടിയാണ്. അവനനുസരിച്ച് ജീവിക്കുക. അവൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ശരിയാണ്, അവനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു മുഅ്മിനിന് അതിലെന്തെങ്കിലും വീഴ്ച പറ്റിപ്പോകുന്നത് അള്ളാഹുവിൻ്റെ വഅദിലോ വഈദിലോ അവന് സംശയമുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിലോ അള്ളാഹു പറഞ്ഞതിലോ അവന് സംശയമുള്ളത് കൊണ്ടല്ല ഒരു മുഅ്മിൻ തെറ്റുകളിൽ വീഴുന്നത്. മറിച്ച് അവൻ മറന്നു പോകുന്നവനാണ്, അവൻ പല സന്ദർഭങ്ങളിലും മറവ് പറ്റുന്നവനാണ്. അതുപോലെ അവന് പിശാചിൻ്റെ സ്വന്തം ദേഹേച്ഛയുടെ താല്പര്യങ്ങൾ അവനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് അവൻ അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് അവൻ അത് തിരിച്ചറിഞ്ഞാൽ, അവൻ ഓർത്താൽ അവൻ അള്ളാഹുവിലേക്ക് തിരിയും. അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കും. അതല്ലാതെ അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ആ ഈമാനിൻ്റെ കരുത്തുകൊണ്ടാണ് അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നത്. അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് റബ്ബറിയുന്നു. അള്ളാഹുവിൽ ഏറ്റവും വലുതാണ്. ആ ഈമാനിനോണം അള്ളാഹുവിൽ ഒരു അമലുമില്ല, ഒരു തിന്മയുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. അള്ളാഹുൽ അവൻ വിശ്വസിച്ചു എന്നതുകൊണ്ട് റബ്ബ് അവന് പുറത്തു കൊടുക്കുന്നു. അതുപോലെ നോക്കൂ, റമദാനിലെ ഈമാനികമായ പാഠങ്ങളിൽ 6-ാമത്തേത് അള്ളാഹു മഹത്വം കൽപ്പിച്ചതിന് നമ്മൾ മഹത്വം കൽപ്പിക്കുക എന്ന പാഠമാണ്. അള്ളാഹു മഹത്വം നൽകിയത് നമ്മൾ മഹത്വം നൽകും. നമുക്കതിന് അവകാശമില്ല. ഒരു കാര്യത്തിന് മഹത്വമുണ്ടെന്ന് പറയാനോ മഹത്വമില്ല എന്ന് പറയാനോ നമുക്ക് അവകാശമില്ല. അള്ളാഹു പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. നിൻ്റെ റബ്ബ് പടക്കുന്നു, അവൻ തിരഞ്ഞെടുക്കുന്നു, അവർക്കതിന് അവകാശമില്ല. അള്ളാഹു മനുഷ്യരെ പടച്ചു, നബിമാരെ തിരഞ്ഞെടുത്തു, റസൂലുകളെ തിരഞ്ഞെടുത്തു. നമുക്കാർക്കെങ്കിലും അവകാശമുണ്ട് അതിന്? ഇല്ല. അള്ളാഹു അവൻ ഭൂമിയെ പടച്ചു, അവനതിൽ മക്കയെ തിരഞ്ഞെടുത്തു, മദീനയെ തിരഞ്ഞെടുത്തു. നമുക്കതിന് അവകാശമില്ല. അള്ളാഹു കാലത്തെ സൃഷ്ടിച്ചു, അതിൽ പ്രത്യേകമായ ഒരു മാസത്തെ ചില ദിനങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തു. നമുക്കതിന് അവകാശമില്ല. നോക്കൂ, ബിദ്അത്തിനെതിരുള്ള പാഠമാണിതിൽ. അള്ളാഹു റമദാൻ നിശ്ചയിച്ചു, വേറെ ആൾക്കൊരു മാസം അങ്ങനെ നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ സഹോദര, അങ്ങനെയാണ് ബിദ്അത്തുകളുടെ കാര്യവും. നിനക്ക് ഒരു പുതിയ ദിവസം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12 ഞാൻ ആഘോഷ ദിവസമാക്കും. സഹോദരൻ, എങ്ങനെ അതിന് സാധിക്കും? എന്തുകൊണ്ട് നീ വേറൊരു റമദാൻ ഉണ്ടാക്കുന്നില്ല, വേറൊരു നോമ്പിൻ്റെ മാസം ഉണ്ടാക്കുന്നില്ല? നിനക്കറിയാം അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അള്ളാഹു മാത്രമേ അതിന് അവകാശമുള്ളൂ. എങ്കിൽ നീ അത് നിശ്ചയിക്കാൻ പാടില്ല. നീ പ്രത്യേക തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, അൽ മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സ. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പാടില്ല. മസ്ജിദുൽ ഹറാം, എൻ്റെ മസ്ജിദ്, അതുപോലെ മസ്ജിദുൽ അഖ്സ. 3 മസാജിദു അംബിയ, അള്ളാഹുവിൻ്റെ നബിമാരുടെ പള്ളികളാണ്.
നബിമാരുണ്ടാക്കിയ മസ്ജിദുകളാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയും അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദും. അവിടെയൊക്കെ അല്ലാതെ ഒരാൾ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ, ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ കാണാൻ യാത്ര പോകുന്നത് പുണ്യമുള്ള കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അത് ആ സ്ഥലത്തിന് എന്തെങ്കിലും പുണ്യമുള്ളത് കൊണ്ടല്ല. അയാൾ വേറൊരു നാട്ടിലാണെങ്കിൽ നമ്മൾ വേറൊരു നാട്ടിലേക്കാണ് പോവുക. ഒരിടത്തിന് പ്രത്യേകത നിശ്ചയിക്കാൻ, അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അജ്മീറിലേക്കും നാഗൂറിലേക്കും പിന്നെ ഭ്രാന്തന്മാർ കിട്ടുന്ന സ്ഥലം ഏർവാടിയിലേക്കും ഒക്കെ ആളുകൾ പോകുന്നു. എന്തിന്? അവിടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. അവിടെ ഇന്ന് മഹാൻ ഖബറടക്കപ്പെട്ടിരിക്കുന്നു. മഹാനോ ചിലപ്പോൾ മനുഷ്യനോ അവിടെ ഉണ്ടോ എന്നുള്ളത് വേറെ കഥയാണ്. ഇങ്ങനെ പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രതീക്ഷിച്ചിട്ടല്ല എവിടേക്ക് പോകേണ്ടത്? മദീനയിലേക്ക് പോകേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സാഹിബുകളുടെ ഖബർ അവിടെ ഉദ്ദേശിച്ചിട്ടല്ല മദീനയിലേക്ക് പോകേണ്ടത്, മുഅ്മിനീങ്ങൾ പോകുന്നത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ടാകുന്നതിന് മുമ്പും എന്തുണ്ട്? മദീനയിലേക്ക് ഈ യാത്രയുണ്ട്, പുണ്യം പ്രതീക്ഷിച്ചിട്ടുള്ള യാത്രയുണ്ട്. മദീനയിൽ എത്തിച്ചേർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിയുടെ 2 സാഹിബുകളുടെയും റളിയല്ലാഹു അൻഹുമ ഖബർ സന്ദർശിക്കുക പുണ്യകരമായ കാര്യമാണ്. അവർക്ക് സലാം പറയുക പുണ്യകരമായ കാര്യമാണ്. ബഖീഅ സന്ദർശിക്കുക, സഹാബത്തിൻ്റെ ഖബറുണ്ട് അവിടെ, പുണ്യകരമായ കാര്യമാണ്. അതുപോലെ ഖുബാ മസ്ജിദ് സന്ദർശിക്കുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ, മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ പുണ്യകരമായ കാര്യമാണ്. ഇവിടെ ഉംറയുണ്ട്, അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ. പക്ഷെ അവിടെ ഈ പറഞ്ഞിടത്തൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല മദീനയിലേക്ക് ഒരാൾ ദീർഘയാത്ര പോകുന്നത്. എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? മസ്ജിദുൻ നബവി ഉദ്ദേശിച്ചിട്ടാണ്, ഖബർ ഉദ്ദേശിച്ചിട്ടല്ല. എന്നു മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ധാരാളമായ വാക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ രീതി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ, അവർ മദീനക്കാരാണ്. പക്ഷെ അവരെന്ത് ചെയ്യില്ല? ഇടയ്ക്കിടെ ഖബറിൻ്റെ അടുത്ത് ചെല്ലുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലാണ് താമസിച്ചത്. വല്ല യാത്രയും പോയി തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? 3 ഖബറുകളുടെ അടുത്ത് ചെല്ലുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് ചെല്ലും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. തൊട്ടടുത്ത് അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാഹ് എന്ന് പറയും. കാരണം മൂന്നാമത്തേത് ഇബ്നു ഉമറിൻ്റെ പിതാവാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നോക്കൂ, അവർ പോലും യാത്ര കഴിഞ്ഞ് വന്നാൽ മാത്രമേ ചെല്ലുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യില്ല, മദീനക്കാർക്ക് തന്നെ ഖബറിനരികിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുക എന്നത് പുണ്യകരമായ കാര്യമല്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബറിനെ ഈദാക്കുക എന്ന വിലക്കപ്പെട്ട കാര്യത്തിൽ അത് ഉൾപ്പെട്ടേക്കാം. ഖബറിനെ ഈദാക്കരുത്. എന്താ ഈദിൻ്റെ അർത്ഥം? ആദയിൽ നിന്നാണ് ഈദ് ഉണ്ടായത്. ആദ, അതായത് നിശ്ചിത ഇടവേള വെച്ച് അവിടെ പോയി സമ്മേളിക്കുക. നിശ്ചിത ദിവസം വർഷത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണക്ക് വെച്ചോ നിശ്ചയിക്കുക. ഉറൂസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വിലക്കിയ കാര്യമാണ്. വർഷാവർഷം അവിടെ ആണ്ടാണ്, ഉറൂസാണ്. മുശ്രിക്കുകളുടെ ഉത്സവത്തിന് സമാനമായ പ്രവൃത്തിയാണത്. അങ്ങനെ ഈദാക്കരുത്. ഇതിടയ്ക്കിടെ അവിടെ ഇങ്ങനെ പോവുക എന്നത് ആ പറഞ്ഞ നബിയുടെ വിലക്കിൽ ഉൾപ്പെട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹു എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. അഥവാ ഇങ്ങനെ ആഘോഷത്തിൻ്റെ, ഉത്സവത്തിൻ്റെ ഇടയ്ക്കിടെ സമയം നിശ്ചയിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നിശ്ചയിച്ചതാണ് ഇതെല്ലാം. അള്ളാഹു നിശ്ചയിച്ച പ്രത്യേകതകളല്ലാതെ അതിനപ്പുറത്ത് നമുക്ക് ഒരു പ്രത്യേകത ഒന്നിനും നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ, റമദാനിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പവിത്രത മാനിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒന്ന്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതാണ്, റമദാനിൽ തിന്മകളെ സൂക്ഷിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. കാരണം അള്ളാഹു മഹത്വം നൽകിയ ഒരു സ്ഥലത്തോ ഒരു സമയത്തോ നീ തിന്മ ചെയ്യുക മറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സമയത്ത് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. റമദാനിൽ തിന്മ ചെയ്യുക ബാക്കിയുള്ള സമയത്ത് തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുണ്ട്. അള്ളാഹു മഹത്വം നൽകിയതിൻ്റെ പവിത്രത ലംഘിക്കലാണത്. സല്ലല്ലാഹു അലൈഹി ആഫിയ. രണ്ടാമത്തേത് നോക്കൂ,
നമ്മുടെ അവയവങ്ങളെ പരമാവധി നന്മയിൽ പിടിച്ചു നിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അത് ഈ മാസത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. 3, അശ്രദ്ധ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം അശ്രദ്ധ നമ്മെ തിന്മയിലേക്ക് നയിക്കും. പണ്ഡിതന്മാർ റമദാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഉപദേശം നൽകിയത് കാണാം. നമ്മേവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കയ്യിലുള്ള ഈ ആധുനിക ഉപകരണങ്ങൾ നമ്മെ അശ്രദ്ധയിലാക്കി കളയുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് ഇക്കാലത്ത് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഈ നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരു ഫലമുണ്ട്. തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പഠിക്കുക എന്ന്. ആ പാഠം റമദാൻ കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ നോമ്പ് യഥാർത്ഥത്തിൽ തഖ്വയുടെ പരിശീലനമാണ്. നോമ്പിൽ അള്ളാഹു തിന്നരുത് കുടിക്കരുത് എന്ന നിശ്ചിത സമയത്തേക്ക് പറഞ്ഞു. പിന്നെ നിനക്ക് ഫിത്റുണ്ട്, നോമ്പുതുറയുണ്ട്, സന്തോഷത്തിൻ്റെ നോമ്പുതുറ എന്നതുപോലെയാണ് ചുരുക്കത്തിൽ ഈ ലോകത്തെ ജീവിതം. അള്ളാഹു ചിലത് ഒക്കെ ചെയ്യരുത് എന്ന് നിന്നോട് പറഞ്ഞു. എല്ലാം അള്ളാഹു നിനക്ക് വിലക്കിയിട്ടില്ല. സന്യാസം സ്വീകരിക്കാൻ അള്ളാഹു നിന്നോട് പറഞ്ഞിട്ടില്ല. നിനക്ക് ഭക്ഷണവും പാനീയവും ലൈംഗികതയും എല്ലാം അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അനുവദിക്കാത്തതുണ്ട്. ഇതിൽ നീ ശ്രദ്ധിച്ചാൽ നിൻ്റെ യഥാർത്ഥ ഫിത്ർ, യഥാർത്ഥ നോമ്പുതുറ അത് സ്വർഗത്തിലാണ്. നോക്കി, ഇതാണ് ഇതിൻ്റെ ചുരുക്കമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ആ ഹദീസിൽ ആ പാഠമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്റി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹ്. ഒന്ന് നോമ്പുതുറയുടെ സമയത്ത് സന്തോഷമാണ്. അതെന്ത് സന്തോഷമാണ്? ഇബാദത്ത് പൂർത്തിയായതിലുള്ള സന്തോഷമാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ ഇതൊന്ന് കഴിഞ്ഞിട്ടിയല്ലോ എന്ന സന്തോഷമല്ല അത്. മറിച്ച് ഇബാദത്ത് പൂർത്തിയായതിൽ സന്തോഷമാണ്. ആ ഫിത്റിലെ സന്തോഷം എന്നാൽ അത് നോമ്പ് തുറക്ക് മാത്രമല്ല. പിന്നെയോ ആ ഫിത്ർ എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ പറഞ്ഞു പെരുന്നാൾ ഉൾപ്പെടും. കാരണം അത് ഫിത്റാണ്, യൗമുൽ ഫിത്റാണ്. ഇത് നോമ്പ് തുറയുടെ സമയമാണെങ്കിൽ അത് നോമ്പ് അവസാനിപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് നോക്കൂ, മുഅ്മിനിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഈദിലുണ്ടാകും. അവൻ്റെ കൽബിൽ അവൻ ആ സന്തോഷം അറിയും. മനസ്സിലായില്ലേ? ഈദിന് എവിടെയും പോകാത്ത ഈദ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി പടർന്ന സമയത്ത് വീട്ടിനകത്ത്. നോക്കൂ നിങ്ങൾ, എത്രയോ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അവരനുഭവം പറഞ്ഞത് കാണാം. എന്ത്? എവിടെ പോയില്ലെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈദിൻ്റെ സന്തോഷം അന്ന് ഹൃദയത്തിൽ ഉണ്ട്. എന്ന് മുഅ്മിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകുമത്. അത് ഇബാദത്ത് പൂർത്തിയാക്കിയ സന്തോഷം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കിയല്ലോ. വലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൽ അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലാനും അതിനുള്ളതാണ് ഈദ്. അപ്പോൾ നോക്കൂ, അത് പെരുന്നാളിൻ്റെ സന്തോഷമാണ്, നോമ്പുതുറയുടെ സന്തോഷമാണ്. അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ സന്തോഷമുണ്ട്. അപ്പോൾ നോമ്പിൽ ഈ പാഠം നമ്മൾ മനസ്സിലാക്കുക. കേവലം ഭക്ഷണം വെള്ളം ഉപേക്ഷിക്കലല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അറവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല. അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിലെത്തുന്നത്. അള്ളാഹുവിലെത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ്. നോക്കൂ, മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് എന്ന സലഫുകളിൽപ്പെട്ട മഹാൻ പറയുകയുണ്ടായി, ഇന്ന അഹ്വന സിയാമി തർക്കു ത്വആമി വശറാബ്. നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് എന്ത്? ഭക്ഷണവും വെള്ളം ഉപേക്ഷിക്കുക എന്നുള്ളത്. പ്രയാസം അതിലപ്പുറത്തുള്ള പലതുമാണ്. നോമ്പിൽ അവയവങ്ങൾ പിടിച്ചു വെക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പരിശീലിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ മോശം വാക്കും പ്രവൃത്തിയും വൽ ജഹല, വിവരക്കേടും വിവരദോഷവും അവിവേകവും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി വൽ ജഹല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണമോ വെള്ളമോ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പിലെ സുപ്രധാനമായ മറ്റൊരു ഈമാനിക പാഠമാണ്, നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. നന്മകൾ കൊണ്ട് ഈമാൻ കൂടും, തിന്മകൾ കൊണ്ട് ഈമാൻ കുറയുമെന്നത്. ഇത് നോക്കൂ, നോമ്പിൽ നമുക്കിത് അനുഭവിച്ചറിയാം. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം, ഈ അഖീദ നോമ്പിൽ നമുക്ക് അനുഭവിച്ചറിയാം. അഹ്ലുസുന്നത്തിൻ്റെ അഖീദയാണ്. ഈമാൻ നന്മ കൊണ്ട് കൂടും,
തിന്മ കൊണ്ട് കുറയും. റമദാനിൽ സുബ്ഹാനല്ലാഹ് ഒരു അമൽ, ഒരു നന്മ എത്ര എത്ര നന്മയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. നോമ്പ്, അതുപോലെ നിസ്കാരങ്ങളിലെ ശ്രദ്ധ, രാത്രി നിസ്കാരം, ഖുർആൻ പാരായണം, ധാരാളമായ ദിക്റുകൾ, സദഖകൾ, ഇഅ്തികാഫ്, ഉംറ, എത്ര എത്ര നന്മകളാണ് ആളുകൾ റമദാനിൽ ചെയ്യുന്നത് അല്ലേ? റമദാനിലെ ഇഅ്തികാഫ്, റമദാനിലെ സദഖ, റമദാനിലെ ദിക്റുകൾ, റമദാനിലെ ഖുർആൻ പാരായണം തീർത്തും വ്യത്യാസമുള്ളതാണ്. ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് നയിക്കുന്നത്, ഈമാൻ കൂടുന്നത് നമുക്ക് അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അവസാനത്തെ പാഠമായി ഞാൻ പറയട്ടെ, അതായത് ഹെർമാൻ, അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെട്ടു പോവുക എന്നതിനെ വളരെ വളരെ സൂക്ഷിക്കുക. ഹെർമാൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ, വിവരമുള്ളവർ ഏറ്റവും ഭയപ്പെട്ട കാര്യമാണ്. ഹെർമാൻ എന്താണ്? തൗഫീഖ് ഇല്ലാതെ പോവുക, തൗഫീഖ് നഷ്ടപ്പെടുക, ചെയ്യാൻ സാധിക്കാതെ പോവുക എന്നത്. ഇത് സുബ്ഹാനല്ലാഹ് ദൗർഭാഗ്യമാണ്. അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക, അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. ആളുകൾ തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കൈവിട്ടത് കൊണ്ടാണ് ഞാനിതിൽ വീണുപോയത് എന്നവർ ചിന്തിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഈമാനുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം അത് പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. നന്മകൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അള്ളാഹു എനിക്കിതിന് തൗഫീഖ് തന്നില്ലല്ലോ, ആ തൗഫീഖ് കിട്ടാൻ അള്ളാഹു ഇങ്ങനെ എനിക്ക് യോഗ്യതയില്ലാതെ പോയല്ലോ എന്ന ചിന്ത മനുഷ്യനെ അലട്ടിയിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് അവനിൽ അത് വലിയ മാറ്റമുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് വളരെ വളരെ അക്കാര്യം ശ്രദ്ധിക്കുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് സുബ്ഹാനല്ലാഹ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, എന്ത് നന്മകൾ ചെയ്യുമെന്നും അതുപോലെ അത് തുടരുമെന്നും. റമദാനിൽ വെച്ചത് അവസാനിച്ചു പോകരുത്. കുറച്ച് ആദ്യത്തെ പത്തിലുള്ളത് പിന്നെ ഒന്നുമില്ലാതെ പിന്നെ അത് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ റമദാൻ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയല്ല. മറിച്ച് എത്ര പ്രായമേറിയിട്ടുണ്ട് എങ്കിലും, എത്ര റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും സുബ്ഹാനല്ലാഹ് ഓരോ റമദാനും അവസരമാണ്. റമദാൻ കൊണ്ട് എത്ര എത്ര ആളുകളാണ് തിന്മ ഉപേക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് കുറെ കാലമായി ചെയ്തു വരുന്ന തിന്മകൾ, കുറെ കാലമായി അവർക്ക് നഷ്ടപ്പെട്ട എത്ര നന്മകളാണ് ആളുകൾ റമദാനിൽ തുടങ്ങിയിട്ടുള്ളത്. അത് തുടരാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അമലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം സ്ഥിരം ചെയ്യുന്നതാണ്, കുറച്ചാണെങ്കിലും, കുറേയൊന്നുമില്ല എങ്കിലും. അതുപോലെ മറ്റൊന്ന്, നേടിയെടുത്തത് കളയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, വലാ തുബ്തിലൂ അഅ്മാലക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിച്ചു കളയരുത്. വൻ പാപങ്ങൾ അത് ധാരാളം നന്മകളെ തകർത്ത് കളയുന്നതാണ്. വൻ പാപങ്ങൾ പല നന്മകളെയും തകർത്ത് കളയും. സഹാബത്തിൽ ചിലർ പലിശയുടെ ഒരു ഇനത്തെക്കുറിച്ച് അവരോട് ചിലർ പറഞ്ഞപ്പോൾ അവർ പറയുകയുണ്ടായി, ഇതെങ്ങാനും ഞാൻ ചെയ്താൽ ഞാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെയ്ത ഹിജറയോ അല്ലെങ്കിൽ യുദ്ധമോ അതൊക്കെ എൻ്റെ അടുത്ത് ബാത്തിലായി പോകുമെന്ന്. അപ്പോൾ സഹാബത്തിൻ്റെ അമലായിരുന്നു എന്ത്? വലിയ തിന്മകൾ ഒരുപാട് നന്മകളെ തകർത്ത് കളയും എന്നത്. ശിർക്കെല്ലാ നന്മയും തകർത്ത് കളയും, പക്ഷേ ശിർക്കല്ലാത്ത തിന്മകൾ ഒരുപാട് നന്മകളെ തകർത്ത് കളയും. അതുകൊണ്ട് തിന്മകൾ കൊണ്ട് നന്മകളെ തകർക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറ്റിപ്പോയാൽ വേഗം ബോധമുള്ളവരാവുക, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ ووفقنا فيه للصيام والقيام وقراءة القرآن وتقبل منا أعمالنا يا رب العالمين إنك أنت السميع العليم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.